പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മളുടെ ബൈബിൾ പഠന പരമ്പര തുടരുകയാണ്. 2 സാമുവേലിന്റെ ഗ്രന്ഥത്തിൻ്റെ 2 ഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 2 സാമുവേല് 11 തൊട്ട് 24 വരെ, 1 ദിനവൃത്താന്തത്തിൻ്റെ 20 തൊട്ട് 21 വരെയുള്ള ഭാഗങ്ങളിലൂടെ പ്രതിഫലിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് 2 സാമുവേലിലെ 11-12 അധ്യായങ്ങൾ മാത്രമാണ്. അവിടെ കാണാൻ പോകുന്നത് അത്യുന്നത മഹത്വമാർന്ന ഉയർന്ന നിലയിലേക്ക് ഉയർന്ന ഒരു രാജാവ്. ആ ഉയർന്ന സ്ഥിതിയിൽ നിന്ന് താഴോട്ട് വീണ് അധപ്പതനത്തിന്റെ പടുകുടിയിൽ എട്ടി നിൽക്കുന്ന ഒരു സംഭവമാണ്. എല്ലാവർക്കും പരിചിതമായ സംഭവം തന്നെ. അപ്പോൾ അതാണ് നമ്മൾ ചിന്താവിഷയമായി കൊടുമുടിയിൽ നിന്ന് പടുകുടിയിലേക്ക്. ഇതാണ് വാസ്തവത്തിൽ ദാവീദിന് സംഭവിച്ചത്. അപ്പോൾ ബത്ശേബ എന്ന് പറയുന്ന സുന്ദരിയായ സ്ത്രീയെ അവളെ കണ്ട മാത്രയിൽ കാമാഗ്നി കത്തിജ്വലിച്ച് ഒരു വിധത്തിൽ പറഞ്ഞ കുടുംബത്തെ വെണ്ണീറാക്കി തീർത്ത സംഭവം അതിൻ്റെ കാരണക്കാരനായി തീരുകയാണ്. എല്ലാത്തിനും മാതൃകയായി നിന്ന, ദൈവത്തിന് ഹൃദയത്തോട് ചേർന്ന് നിന്നിരുന്നു പറഞ്ഞിരുന്ന, രാജാവായി വാണ്ട ദാവീദ് എന്ന് പറയുന്ന സമ്രാട്ട് ആണ് നമ്മുടെ ചിന്താവിഷയം. അതേ സമയത്ത് നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ, ബത്ശേബയുടെ ഭർത്താവ്, ആത്മാർത്ഥതയുടെ തികവ്, രാജഭക്തിയുടെ നിറവ്, ആത്മാർത്ഥതയുടെ പരിണിതഫലമായി സംഭവിച്ചത് തന്റെ രക്തം ചൊരിഞ്ഞ് ജീവൻ വെടിയുക എന്ന അവസ്ഥയാണ്. വ്യഭിചാരം, കൊലപാതകം. പക്ഷേ ഇവിടെ വരുന്ന വലിയ വ്യത്യാസം എന്തുകൊണ്ടെന്ന് ദാവീദ് ഇന്നും മാതൃകയായി നിൽക്കുന്നു എന്നത്, ദൈവം അരുളി ചെയ്ത് തൻ്റെ തെറ്റിനെ മുമ്പിൽ നാഥാൻ പ്രവാചകനെ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ വേണമെങ്കിൽ നാഥാൻ പ്രവാചകന്റെ തല എടുക്കാമായിരുന്നു. ആരും അറിയാതെ ചെയ്തൊരു കാര്യത്തെ ഇയാൾ വഴിയായിട്ട് പരസ്യപ്പെടുത്തുന്നതിന് രാജകോപം ഉണ്ടാകാമായിരുന്നു. ആരെവിടെയെന്ന് മാത്രം പറഞ്ഞാൽ മതി, നിമിഷം കൊണ്ട് നാഥാൻ പ്രവാചകന്റെ തല താലത്തിൽ എടുത്തുകൊണ്ട് കൊടുക്കും. പക്ഷെ അതിനു മുതിരാതെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റും കുറ്റിനെ കുറിച്ച് അവബോധമുണ്ടായി അനുതാപത്തിൻ്റെ വലിയ കണ്ണീരിലേക്ക് അദ്ദേഹത്തിന് കാലെ കെട്ടിപ്പിടിച്ച് കവിഴ്ന്നു വീഴുന്ന ദാവീദാണ് മാതൃകയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അശ്രുധാരയിലെ രക്ഷയുടെ അനുഭവം കടന്നു വരിക. അവിടാണ് വിശ്വസ്തമായ മാതൃക എന്ന് നാം പറയുക. അപ്പോൾ ഏത് ഉന്നത സ്ഥിതിയിൽ നിന്നും ആർക്കും അധപ്പതിക്കാമെന്നും തകർന്നു പോകാമെന്നും, പിന്നെ ഏത് തകർച്ചയിൽ നിന്നും ദൈവം കൈപിടിച്ച് ഉയർത്തും എന്നുള്ള ഒരു സത്യം നാം മനസ്സിലാക്കാൻ ഈ ഭാഗം ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ചിലപ്പോൾ ദൈവജനത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഏത് നിമിഷമാണ് നമ്മിൽ രൂപാന്തരീകരണം വരുത്തുന്നതെന്ന് അറിഞ്ഞുകൂടാ. ആത്മാർത്ഥതയുടെ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാവങ്ങൾ മാറി വലിയ മാറ്റത്തിന് വിധേയമായി കർത്താവിൻ്റെ കൂടെ അടുക്കാനായിട്ട് പ്രേരണ ഉണ്ടാകും. അതാണ് വചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വചനം എല്ലാ കാലത്തും നവീനവുമാണ്. ഓരോ വചന ശ്രവണത്തിലും പുതിയ ഉൾക്കാഴ്ചകളാണ്. മറ്റൊരു ഗ്രന്ഥം പഠിക്കുന്ന പോലെയല്ല, പഠിച്ച ഗ്രന്ഥത്തെ ഓർമ്മിക്കുന്ന പോലെയുമല്ല. കേൾക്കുന്ന വചനം ആ നിമിഷത്തിൽ അത് നവ്യമായ അനുഭൂതി പ്രദാനം ചെയ്യുന്നു എന്ന സത്യം നാം അനുസ്മരിക്കുകയാണ്. അതുകൊണ്ട് 11-12 അധ്യായങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അവിടെ ആ മനുഷ്യൻ വേദപുസ്തക ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഒരു വാചകമാണ് ആ മനുഷ്യൻ നീ തന്നെ എന്ന വാക്യം. ഈ ഒരു വാചകത്തിൻ്റെ പേരിൽ നാടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് കലാസൃഷ്ടികൾ രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് ഇന്നും നമ്മുടെയൊക്കെ മനസ്സിൻ്റെ മുമ്പിൽ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ, മറ്റുള്ളവരുടെ തലയിൽ ആ തെറ്റ് ചാരി വെക്കാൻ ഒരുങ്ങുമ്പോൾ ആ മനുഷ്യൻ നീ തന്നെ എന്ന വചനം ശ്രവിക്കുന്നവന്, അങ്ങനെ മറ്റുള്ളവരെ നമുക്ക് വേണ്ടി ചാവേറാക്കാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കില്ല. ആ മനുഷ്യൻ നീ തന്നെ. അപ്പോൾ ബത്ശേബ സംഭവവും നാഥാൻ സംഭവവും ഇത് രണ്ടും കൂടി ഉൾച്ചേർന്നിരിക്കുകയാണ് ഈ 12, 11, 12 അധ്യായങ്ങളിൽ.
ഒരു വിശുദ്ധൻ്റെ ഹീനമായ അധപ്പതനം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമുക്ക് പലപ്പോഴും ചില ചാനലുകളിൽ മഹത്വമുള്ള ആൾക്കാരെ, അറിയപ്പെടുന്ന ആൾക്കാരുടെ രഹസ്യജീവിതം ചകഞ്ഞെടുത്തുകൊണ്ട് അവരെ താറടിക്കാനും തേജോവധം ചെയ്യാനുമായി ശ്രമിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് യൂട്യൂബുകളിൽ കാണാവുന്നതാണ്. പണ്ടത്തതുപോലെയല്ല. പണ്ട് നമ്മൾ വീട്ടിലിരുന്ന് ആരെയും വിമർശിക്കും. പക്ഷേ ഇന്ന് കയ്യിലൊരു മൊബൈൽ ഉണ്ടെങ്കിൽ നമ്മൾ വിമർശിക്കുന്ന കാര്യങ്ങൾ ലോകം മുഴുവൻ ആക്കി തീർത്തുകൊണ്ട് ഏതൊരു വ്യക്തിയെയും അടിച്ച് നിലത്ത് വീഴിക്കാനുള്ള മാധ്യമം നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ തകരാറിലാകുന്നു എന്ന് ആരും ധരിക്കേണ്ടതില്ല. ഒരു മനുഷ്യ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വീഴ്ചകളുണ്ടാകാം. പക്ഷേ ആ വീഴ്ചയിൽ നിന്ന് പടഞ്ഞെണീക്കാൻ മനുഷ്യന് കഴിയും എന്നതുകൊണ്ട് ചിലപ്പോൾ അടിമുടി മുഴുവൻ വിമർശിച്ച് ഇങ്ങനെയൊരു ജന്മം ഉണ്ടാകാതിരുന്ന നന്നായിരുന്നു പറയത്തക്ക രീതിയിൽ വ്യക്തികളെ തകർത്താടി തിമിർക്കുന്ന, പലപ്പോഴും സംഭവിക്കുന്ന വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യം കൺട്രിബ്യൂട്ട് ചെയ്യുന്നതും കൂടിയാവാം. അങ്ങനെ ആകുന്ന ഒരു രീതി നമ്മുടെ നിലവിലുള്ളതിനെ വിമർശന ബുദ്ധിയായി കാണാൻ നമുക്ക് കഴിയേണ്ടതാണ്. തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രം വിവരിക്കുന്ന ചാനലുകളെയും വിവേകബുദ്ധിയോടുകൂടി നാം ശ്രദ്ധിക്കേണ്ടതാണ്. അവരിൽ നിന്ന് കേൾക്കുന്ന കാര്യം വീണ്ടും വീണ്ടും വ്യാപിപ്പിച്ച് പരസ്യപ്പെടുത്തി തിന്മയിൽ സന്തോഷിക്കുന്ന പ്രകൃതം നമുക്കുണ്ടാകാൻ പാടില്ല. ഇവിടെ ഒരു വിശുദ്ധൻ്റെ അധപ്പതനമായി കാണിക്കുന്ന പടുകുഴിയിലേക്ക് അദ്ദേഹം വീണു. പക്ഷേ അതിൻ്റെ കാര്യം എന്താണ്? അതിർത്തി യുദ്ധം നടക്കാം. ഇന്ന് നാം അറിയുന്ന അമ്മാൻ എന്ന് പറയുന്ന ആ സ്ഥലത്താണ് യുദ്ധം നടക്കുന്നത്. അമ്മാൻ എന്ന ഇൻഡിപെൻഡൻ്റ് രാജ്യമാണ്. ആ സ്ഥലത്ത് യുദ്ധം നടക്കുമ്പോൾ അത് കീഴടക്കാൻ വേണ്ടി സൈന്യങ്ങൾ മുഴുവൻ യോവാബ് എന്ന് പറയുന്ന സർവ്വസൈന്യാധിപൻ്റെ നേതൃത്വത്തിൽ അവിടെ ശക്തമായി അധ്വാനിക്കുന്ന സമയം വാസ്തവത്തിൽ രാജാവോട് കൂടി ഉണ്ടാവേണ്ടതാണ്. അവസാനം അത് കീഴടക്കാൻ രാജാവ് പോകേണ്ടി വന്നു. എങ്കിലും ആ സമയം അദ്ദേഹം ആലസ്യത്തിലായി തൻ്റെ സ്വന്തം മുറിയിൽ സായാഹ്ന അദ്ദേഹത്തിൻ്റെ ആ ഉറക്കം അത് ഒരു പടി കൂടി അങ്ങ് കരിഞ്ഞിട്ട് അതങ്ങ് കുറേ ദീർഘമായിട്ട് പോയി. അങ്ങനെ അലസതയായിട്ട് തീർന്ന് എണീറ്റ് വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് കാണാവുന്ന സ്ഥലത്ത് അല്പ അകലെ എന്ന് പറയുന്ന ഒരു കുളത്തിൽ പെട്രേബ അവൾ കുളിച്ചുകൊണ്ടിരിക്കുന്ന ദൃഷ്ടിയിൽപ്പെടുകയും അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി അവളെ വിളിച്ചു വരുത്തുകയും സംഭവമാണ്. പക്ഷേ യാഥാർത്ഥ്യബോധത്തിലേക്ക് ദാവീദ് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം തുടിച്ചതുകൊണ്ട് നിന്റെ പരിശുദ്ധമാനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ, എൻ്റെ പാപം കണ്ണുകൾ ധരിക്കുന്നു എന്ന് പറയാൻ മാത്രം. അപ്പോൾ വിധവയെ പിന്നീട് ഭാര്യയായിട്ട് എടുക്കുമ്പോൾ പോലും അത് ആ സമയത്തൊക്കെ എല്ലാവരുടെ മുമ്പിൽ നല്ലവനായിട്ട് നിൽക്കുന്ന. അപ്പം എങ്ങനെ ജീവിക്കാൻ പറ്റും? രണ്ട് തട്ടിൽ ജീവിക്കാൻ പറ്റും. മനുഷ്യൻ്റെ മുമ്പിൽ നല്ലവനായിട്ട് ജീവിക്കാം, അതേസമയത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ദുഷ്ടനായിട്ടും കഴിയാം. പലപ്പോഴും ആൾ വിചാരിക്കുന്ന ഈ ഡൈക്കോട്ടമസ് ലൈഫ് ആരും പിടിക്കില്ലെന്നാണ്. ദൈവം അത് പിടിക്കും, സംശയമൊന്നുമില്ല. രണ്ട് വെള്ളത്തിൽ കാലുകുത്താൻ പറ്റില്ല. ആത്മാർത്ഥതയാണ് എപ്പോഴും നല്ലത്. വന്നുപോകുന്ന വീഴ്ചകൾ ഏറ്റുപറയുന്നതും അത് ഏറ്റുപറഞ്ഞ് അനുദപിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആരോഗ്യപരമായിട്ടുള്ള മനസമാധാനം ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകണം. ഇപ്പം ആ പാഠം നമ്മെ പഠിപ്പിക്കുകയാണ്. വിധവയായ ഭാര്യ രാജകോപം പറയുന്നതാണ് അന്ന് ആരും എതിര് പറയാതിരുന്നത്. കാരണം ഇവൾ ഗർഭിണിയാണെന്ന് അറിയിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നീടുണ്ടായ സംഭവങ്ങളൊക്കെ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഊറിയ എന്ന് പറയുന്നയാളും അവളുടെ ഭർത്താവാണ്. അപ്പോൾ ആ ഭർത്താവിൻ്റെ നിലവിളി ദൈവം കേട്ടു എന്ന് പറയാനായി എപ്പോഴും വിശുദ്ധ ചരിത്രത്തിൽ നാം കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, മനുഷ്യൻ്റെ വേദനയുടെ വിളി കേൾക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഏതവസ്ഥയിലായാലും ശരി. മോശയോട് ദൈവം എന്താ പറഞ്ഞ്? ഇസ്രായേൽ മക്കളും നിലവിളി എൻ്റെ മക്കളെത്തി. ഇസ്രായേൽ മക്കൾ എന്നാ പറയുന്നത്. വെറും അടിമകളെ കുറിച്ച് പറയുന്നത് ഓർക്കണം. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ മക്കളെത്തി. അപ്പം ദൈവം നിലവിളി കേൾക്കുന്നവനാണ്. ആബേലിന്റെ രക്തം ചൊരിഞ്ഞപ്പോഴും ആ നിലവിളി കർത്താവിന്റെ പക്കലെത്തി. കായേന്റെ സഹോദരൻ എവിടെയെങ്കിലും ചോദിക്കാനിടയായി. ഇപ്പൊ വിശുദ്ധ ഗ്രന്ഥ ചരിത്രത്തിൽ എപ്പോഴും നാം കാണുന്നതാണ് ദൈവ ആ ഹൃദയത്തിന്റെ കരുണ, പൂർണ്ണമായ കരുണയും പൂർണ്ണമായ ഇനിയുമാണ് ദൈവം. നിലവിളി കേൾക്കുന്നവനാണ്. അതുകൊണ്ട് എന്നാ സംഭവിക്കുന്നത്? അത് അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ശിക്ഷയുണ്ടാവുകയാണ്. ആ വഴികളൊക്കെ നമുക്ക് പിന്നീട് കാണുന്നതാണ്.
കഠിനമായ ശിക്ഷ അദ്ദേഹത്തിൻ്റെ അതേ രഹസ്യമായിട്ട് ചെയ്തുകൊണ്ട് പരസ്യമായി അദ്ദേഹത്തിൻ്റെ ഭാര്യ, അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ഭാര്യമാർ. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം പരസ്യമായി സൂര്യൻ കത്തിജ്വലിക്കുന്ന സമയത്ത് വ്യഭിചരിക്കപ്പെട്ടു. ഒന്നാമത്തെ കാര്യം, ഊറിയായി വധിച്ചതിന് ഫലം എന്താണ്? മക്കൾ ഉൾപ്പെടെ 4 മരണങ്ങൾ കണ്ടുകൊണ്ട് ചങ്കു പൊട്ടി. നിങ്ങൾക്കറിയാമല്ലോ, അബ്സലോം എന്ന് പറയുന്ന പുത്രനെ അമിതമായി സ്നേഹിച്ചിരുന്നു. രാജകുമാരിയുടെ മകനാണ്, അവനെ അമിതമായി സ്നേഹിച്ചിരുന്നു. അതിൻ്റെ ഫലം എന്താണ് ഉണ്ടായത്? അവൻ അവസാനം സ്നേഹവാത്സല്യം കൂടിയപ്പം അവൻ അപ്പൻ്റെ ശത്രുവായി. പലപ്പോഴും നമ്മുടെ മക്കളിൽ അമിത സ്നേഹം ചൊരിയുമ്പോൾ മാതാപിതാക്കൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ അമിത സ്നേഹം അവരെ വളർത്തുകയല്ല, അവരെ തളർത്തുകയാണ്. അതേസമയത്ത് അവരുടെ ക്രൗര്യം വർദ്ധിപ്പിക്കുകയുമാണ്. അബ്സലോമിൽ സംഭവിച്ചത് അതാണ്. ദാവീദ് രാജാവിൻ്റെ അനേകം പുത്രന്മാരിൽ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ഈ അബ്സലോം രാജകുമാരൻ അപ്പനെ ഇറക്കി വിട്ടു. അതിലേക്ക് നമ്മൾ വരും. ഇറക്കി വിട്ടിട്ട് അവസാനം സംഭവിക്കുന്നത്, എല്ലാ സമയങ്ങളിലും സൈന്യനിരയ്ക്ക് നിർദ്ദേശം കൊടുത്തത് എൻ്റെ മകനെ കൊല്ലരുത് കേട്ടോ എന്ന അപ്പൻ. എൻ്റെ മകനെ കൊല്ലരുത്. അവസാനം സംഭവിച്ചത് നമുക്കറിയാം. അദ്ദേഹം ദൂരപ്പുറത്ത് പോയപ്പോൾ ദേവദാരു മരത്തിന് ശാഖയിൽ തന്നെ നീണ്ട മുടി തട്ടി അവിടെ തൂങ്ങിക്കിടക്കുന്ന സമയത്ത് സർവ്വസേനാധിപൻ ചെന്ന് കുന്തം കൊണ്ട് കുത്തിക്കൊന്നു. അത് മരിച്ചു എന്ന വാർത്ത കേട്ട ഉടൻ തന്നെ അദ്ദേഹം അബ്സലോം ബിനി എന്ന് പറഞ്ഞ ഹീബ്രു ഭാഷ എൻ്റെ മകനെ എന്ന് പറഞ്ഞ ചങ്കു പൊട്ടുന്ന ചിത്രം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരിടത്ത് രക്തത്തിൽ നിലവിളി വന്നപ്പോൾ അതിൻ്റെ ശിക്ഷ ഒന്നല്ല 4 മരണങ്ങൾ അതെൻ്റെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു. ഓർക്കണം, നാം ഒരു സമയത്ത് ആരും അറിയാതെ, പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക്, ശബ്ദമില്ലാത്തവർക്ക് എതിരായി നീങ്ങുമ്പോൾ ശബ്ദിക്കുന്നൊരു ദൈവം ഇവിടെ ഉണ്ട് എന്ന കാര്യം മറക്കരുത്. ശബ്ദമില്ലാത്തവരോട് എന്തും ചെയ്യാമെന്ന് വിചാരിക്കരുത്. അവനെ എവിടെ വേണമെങ്കിലും ഇട്ട് കൂട്ടാം, അവനോട് എന്താ രീതിയും ചെയ്യാം. അവനൊരു ചുക്കും എനിക്കെതിരെ ചെയ്യാനില്ല. എൻ്റെ കയ്യിൽ അധികാരമുണ്ട്, രാഷ്ട്രീയ സ്വാധീനമുണ്ട്, സമ്പത്തിൻ്റെ ശക്തിയുണ്ട്, ബന്ധുബലമുണ്ട് എന്നൊന്നും പറഞ്ഞ് ഒരു കാര്യമില്ല സഹോദര. അതായത് ഇവിടെ ഒരു ജീവിക്കുന്ന ദൈവമുണ്ട്. നീ ചെയ്യുന്ന പ്രവൃത്തിക്ക് അതിൻ്റെ ഇരട്ടി അളവിൽ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി ആത്മാർത്ഥതയോടുകൂടി പെരുമാറുകയാണ്. അതുകൊണ്ട് എന്തെല്ലാമാണ് ഒരധികാരി, ആ അധികാരം മുഴുവൻ പ്രത്യേകിച്ച് ഒരാളിൽ കേന്ദ്രീകരിച്ചാൽ, കാരണം രാജഭരണത്തിൻ്റെ പ്രത്യേകത ഒരാളിൽ കേന്ദ്രീകരിച്ചാൽ ഉണ്ടാകുന്ന നടപ്പണത്തിൻ്റെ സ്വഭാവം കൂടിയാണത്. ഈ അധികാര ദുർവിനിയോഗം ഇന്ന് നമ്മൾ എല്ലാ തലങ്ങളിലും കാണുന്നുണ്ട്. അത് സെക്കുലർ വേൾഡിൽ മാത്രമല്ല, സഭയിലുമുണ്ട്. ഓരോ തലങ്ങളിലും അധികാരം നമുക്ക് നൽകപ്പെടുന്നുണ്ട്. നിസ്സാരമായിട്ട് പറയാം, ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ, ഒരു സ്കൂളിൻ്റെ ഹെഡ്മിസ്റ്റർ ഒരു അധികാരിയാണ്. അവര് സഹപ്രവർത്തകരുമായിട്ട് പങ്കുവെച്ച് സ്നേഹത്തോടു കൂടി ആ സ്ഥാപനത്തെ നടത്താൻ ശ്രമിക്കുന്നിടത്ത് മഹത്വമുണ്ടാവും, വിജയമുണ്ടാവും. നേരെ മറിച്ച് തനിക്ക് ഇഷ്ടപ്പെട്ട ചില കൊണ്ടു നിർത്തിയിട്ട് മറ്റുള്ളവർക്ക് എതിരായിട്ട് നിന്ന് മറ്റുള്ളവരെല്ലാം കുഴിച്ചടിക്കത്തുകയും ഉള്ള മയം കൊണ്ട് നടക്കുന്ന ഒരു അധികാരി തകർന്നു പോകുമെന്നതിന് യാതൊരു സംശയവുമില്ല. അധികാരം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, എല്ലാ തലങ്ങളുമുണ്ട്. സഭയുടെ മണ്ഡലങ്ങളിൽ അധികാരങ്ങളുണ്ട്. പാവപ്പെട്ടവരുടെ കരുണയില്ലാതെ പ്രവർത്തിക്കുന്ന അധികാരി, നീ നിനക്ക് തന്നെ കുഴി തോണ്ടുന്നു എന്ന കാര്യം മറക്കരുത്. നിന്നെ സമീപിക്കുന്ന പാവപ്പെട്ടവനെ വെറുതെ പറഞ്ഞയക്കുകയും നിന്റെ ഹുങ്ക് കൊണ്ട് അവനെ ആട്ടി ഓടിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം ഉള്ളിലുണ്ടെങ്കിൽ കർത്താവിന് അത് അനിഷ്ടകരമായിരിക്കും. തിരിച്ചടി നിനക്കുണ്ടാവും. അവനേക്കാൾ അധപ്പതിച്ച രംഗത്തിലേക്ക് നീ പോകേണ്ടി വരും. അപ്പോൾ അധികാര ദുർവിനിയോഗം രാഷ്ട്രീയ തലത്തിൽ പറയേണ്ട കാര്യമില്ലല്ലോ. രാഷ്ട്രീയ തലത്തിൽ അത് തന്നെയല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും. പക്ഷേ സഭയുടെ മണ്ഡലത്തിൽ കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. രാഷ്ട്രീയക്കാരെ പോലെ അല്ലല്ലോ. സഭയുടെ മണ്ഡലത്തിൽ കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന എന്താണ്? നീ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരും ശുശ്രൂഷകനായിരിക്കട്ടെ എന്നല്ലേ? നീ അധികാരത്തിലിരിക്കുമ്പോൾ നീ വലിയവനാണ്. ആ വലിയവൻ എന്ന് പറയുന്ന ആ വലിപ്പം പാവങ്ങൾക്ക് പാഠങ്ങൾ കഴുകുന്ന ശുശ്രൂഷയിലേക്ക് തിരിച്ച് കൊണ്ടുപോകത്തക്ക രീതിയിൽ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുന്നവൻ ഭാഗ്യവാൻ. അല്ലാതെ തൻ്റെ അധികാരം എൻജോയ് ചെയ്യുന്ന രീതിയിൽ, അധികാരത്തിൻ്റെ ആ സന്തോഷം അനുഭവിച്ചുകൊണ്ട്
മറ്റുള്ളവരെ പാടെ തഴഞ്ഞിട്ട്, മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ, അവൻ്റെ വിഷമങ്ങൾ അറിയാതെ, തന്നെ സമീപിക്കേണ്ടവരുടെ ദുഃഖങ്ങൾ അറിയാതെ, അവൻ്റെ കണ്ണീരൊപ്പം തയ്യാറാകാതെ പെട്ടെന്ന് ഗൗരവത്തിലൂടെ അവനെ ഓടിക്കുന്ന സ്വഭാവമാണെങ്കിൽ നമ്മുടെ നില പരിങ്ങലിലായിരിക്കും എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതാണ്. അവരുടെ അധികാരത്തിന് ദുർവിനിയോഗം കൂടെ ഉണ്ടായി എന്ന് പറയുമ്പോൾ ദാവീദിൽ വന്ന അധികാര ദുർവിനിയോഗം എവിടെ പോയി ചെന്ന് നിന്നു? അത് വളരെ ഗൗരവമായ രീതിയിൽ 2 കൽപ്പന പ്രമാണ ലംഘനത്തിലേക്ക് പോയി. 1, 2, 3 വ്യഭിചാരം ചെയ്തെന്ന് പറഞ്ഞ കൽപ്പന 6-ാം പ്രമാണം, അന്യന്റെ ഭാര്യയെ ആഗ്രഹിക്കുന്നു പറയുന്നത് 9-ാം പ്രമാണം, അത് കഴിഞ്ഞാണ്ട് കൊല്ലരുത് എന്നുള്ള 5-ാം പ്രമാണം. ഒറ്റയടിക്ക് ഒരൊറ്റ കാര്യത്തിനു വേണ്ടി പല പ്രമാണങ്ങൾ ഒരുപോലെ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടെന്ന കാര്യം ഇന്നത്തെ തലമുറ അറിയണം. എവിടെയൊക്കെ ഒന്ന് നോക്കിയാലും അവിടെ ഇവിടെയൊക്കെ അനാഥ മൃതശരീരങ്ങൾ കിടക്കുന്നുവെങ്കിൽ അതിൻ്റെയൊക്കെ പിൻപിൽ എന്തുമാത്രം പ്രമാണ ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്ത ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ അവിടെയെല്ലാം ദൈവത്തിൻ്റെ മക്കൾ, ഇസ്രായേലിൻ്റെ മക്കൾ, കർത്താവിനെ തിരഞ്ഞെടുക്കപ്പെട്ടവരും മറ്റുള്ളവർക്ക് പ്രകാശമായി നിൽക്കേണ്ടതാണ്. അവിടെ വീഴ്ച വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് പാപപരിഹാരം ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. അനുസരിച്ചാൽ ദൈവം തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കുമെങ്കിൽ തന്നെയും വളരെ ഗൗരവമായി എടുക്കേണ്ട കാര്യമാണ്. അപ്പം അതുകൊണ്ട് അമ്മോന്യ തലസ്ഥാനത്തും യുദ്ധം ചെയ്യപ്പെട്ട ആൾക്കാർ, ഇന്നത്തെ ഞാൻ പറഞ്ഞ അമ്മാൻ, അന്നറിയപ്പെടുന്ന റാബ എന്നാണ്. നമ്മൾ ഇസ്രായേൽ സന്ദർശിക്കാൻ പോകുമ്പോൾ നമ്മൾ ഒരുപക്ഷെ പലപ്പോഴും എയർപോർട്ടിൽ ചെന്ന് ആദ്യം ഇറങ്ങുന്നത് ഇസ്രായേലിലേക്ക് പോകാൻ അമ്മാനിലാണ് ചെന്നിറങ്ങും. അമ്മാൻ എയർപോർട്ടിൽ ഇറങ്ങുന്നു, യോർദാന്റെ തലസ്ഥാനം. ഇവിടെ നിന്ന് ബസ്സിനാണ് നാം നേരെ ഇസ്രായേലിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ യോർദാൻ നദി കടന്നാണ് നേബോ എന്ന് പറഞ്ഞ മലയിലേക്ക് പോകുന്നത്. അവിടെയാണ് ആദ്യം നമ്മൾ ചെന്ന് കണ്ട് മോശ തൻ്റെ ജീവിതം അവസാനിച്ച ഒരു ഘട്ടമാണ് അവിടെ പെച്ചില സർപ്പത്തിന് രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക നമുക്ക് കാണാൻ കഴിയും. മലമണ്ടയിൽ കയറി നിന്ന് ചുറ്റുപാടെല്ലാം കാണാൻ കഴിയുന്നു. അതുകൊണ്ട് അമ്മാൻ എന്ന് പറഞ്ഞാൽ ഈ വേദപുസ്തകത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഭാവനയല്ല, അത് ഐതിഹ്യമല്ല, സങ്കല്പങ്ങളല്ല, അത് കൽപ്പിത കഥയൊന്നുമല്ല, ഈ ഭൂമിയിൽ അരങ്ങേറിയ ജീവിത യാഥാർത്ഥ്യം തന്നെയാണെന്ന കാര്യം വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അന്ന് അമ്മോന്യർ എന്ന പദത്തിൽ നിന്നാണ് ഈ അമ്മാൻ എന്ന പദം ഉണ്ടായിരുന്നത്. ഇന്ന് യോർദാന് തലസ്ഥാനമായിരിക്കണം. അപ്പോൾ അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ദാവീദിന്റെ കാലഘട്ടങ്ങളിൽ ശത്രുക്കൾ നിഹരിച്ചിട്ട് എല്ലാം വ്യവസ്ഥാപിതമായ രീതിയിൽ സമാധാനം ഉണ്ടാക്കി സമ്രാട്ടായിട്ട് വാഴുന്ന കാലമാണ്. അപ്പം അതുകൊണ്ട് അന്നാണ് അദ്ദേഹം യുദ്ധത്തിന് പോകാതിരുന്നത്. പിന്നെ അവസാനം അദ്ദേഹം തന്നെ ചെന്ന് കീഴടക്കേണ്ടി വന്നുള്ളത് വേറെ കാര്യം. പക്ഷെ അതിനെ സംബന്ധിച്ച കർത്താവിന് അനിഷ്ടകരമായ കാര്യം ചെയ്യാനിടയായി. എന്തെല്ലാം അനിഷ്ടം? 3 കാര്യം അനിഷ്ടമാണ്. കർത്താവിൻ്റെ കൽപ്പന ലംഘിക്കുന്ന കർത്താവ് അനിഷ്ടകരമായ കാര്യമല്ലേ? 6-ാം പ്രമാണം ലംഘിക്കുക എന്ന് പറഞ്ഞാൽ, എൻ്റെ ഭാര്യയെ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഫലമായിട്ട് നിഷ്കളങ്കരെ വധിക്കുക എന്ന് പറഞ്ഞാൽ, ഇതെങ്ങനെ കർത്താവിനെ ഇഷ്ടപ്പെടുന്നത്? തീർച്ചയായിട്ടും ശിക്ഷയുണ്ടാകും. അതുകൊണ്ട് 80 കിലോമീറ്റർ അകലെയായി റാബ എന്ന് പറയും. അതായത് ജെറുസലേമിൽ നിന്ന് 80 കിലോമീറ്റർ വടക്ക് കിഴക്കാണ് റാബ. ഇന്നും അത് തന്നെ. അത് നമ്മളൊക്കെ ഇസ്രായേൽ സന്ദർശിച്ചുള്ളവർക്ക് ഈ സ്ഥലങ്ങളൊക്കെ പരിചിതമാണ്. വേദപുസ്തകം വായിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ഇന്ന് അവിടെ ഗാസയുടെ കാര്യം അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കാര്യം, ഇസ്രായേൽക്കാർ യഹൂദൻ അത് അങ്ങോട്ട് അഭിനിവേശം നടത്തി അവർ കടന്നുകയറ്റം നടന്നതൊക്കെ പറയുമ്പം എന്തൊരു മൗഢ്യമാ പറയുന്നത്. അത് അവരുടെ നാടാ. ഗാസയൊക്കെ അവരുടെ നാടാ. ഗാസയൊക്കെ അതേപടി വേദപുസ്തകത്തിലുണ്ട്. അവരുടെ നാട് തന്നെയാണ്. അവര് പ്രത്യേക ചരിത്രത്തിൻ്റെ പ്രത്യേക ഘട്ടത്തിൽ കർത്താവിനെ ക്രൂശിക്കുന്നതിന് അവർ കാരണക്കാരായെങ്കിൽ തന്നെയും അവർ ലോകം മുഴുവൻ വ്യാപിച്ച് 2000 വർഷത്തോളം അവരതിന് പരിഹാരം ചെയ്തു. പിന്നെ അത് തിരിച്ച് ദൈവം വിളിച്ചു. ഇസ്രായേൽ തിരിച്ചു വരുന്ന പ്രവചനമുണ്ട്. ആ പ്രവചനപ്രകാരം തിരിച്ചു വിളിച്ച് വരുമ്പോൾ അവർ അധിനിവേശം നടത്തി എന്നൊക്കെ പറയുന്നത് ചരിത്രപരമായ യാഥാർത്ഥ്യമല്ല എന്ന കാര്യം നാം ഓർക്കട്ട കൂടെ. അപ്പം അതുകൊണ്ട് ആ യോർദാനിൽ നമ്മാൻ അന്ന് വസന്തകാലമാണ്. മാർച്ച് മാസത്തിലാണ് വസന്തം എന്ന് പറയും. റോമാക്കാർക്ക് ഈ മാർച്ച് എന്ന് പറയുന്ന ദേവലിൽ നിന്നാണ് മാർച്ച് എന്ന പദമുണ്ടാകും. ഈ മാർച്ച് എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടങ്ങളിൽ ഈ വലിയ യുദ്ധ ദേവന അവരതിന് പ്രാധാന്യം കൊടുത്തത് അതുകൊണ്ടാണ്. അപ്പോൾ മാർച്ചിൻ്റെ പേരാണ് മാസം. അപ്പോൾ അന്ന് 2 തരം സൈന്യങ്ങൾ ദാവീദിനുണ്ടായിരുന്നു. ഒന്ന് അസൽ ഇസ്രായേൽക്കാർ, മറ്റേത് കൂലിക്കെടുത്ത ഒരു വിഭാഗം ഉണ്ടായിരുന്നു. സേവകന്മാർ എന്നാണ് പറയപ്പെട്ടിരുന്നത്. അപ്പോൾ സേവകന്മാർ കൂലിപ്പെടുത്തുവരും ഇസ്രായേൽ തിരഞ്ഞെടുത്തവരും ഒന്നിച്ച് അണിനിരക്കുന്ന സമയത്താണ് സമ്രാട്ട് അലസ ജീവിതം നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ പ്രലോഭനം, അലസത ഉച്ച കഴിഞ്ഞ് അതിൻ്റെ സായാഹ്നം വരെ നീണ്ടതിന് ശേഷം
ആ പ്രലോഭനത്തിൽ വീണിട്ട് പിന്നീട് എന്താ ഉണ്ടാകുന്നത്? അദ്ദേഹം ചോദിക്കുകയാണ്, ആരാണ് ആ സ്ത്രീ എന്ന്. സുപരിചിതമായ കുടുംബം. ഓർക്കണം, നമ്മൾ പലപ്പോഴും തിന്മ ചെയ്യുമ്പോൾ നമ്മളോട് ബന്ധപ്പെടുകയും നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ ആദരിക്കുകയും ചെയ്യുന്ന ആളുകളോട് തിന്മയെ പ്രേരണയുണ്ടാകുന്നു. അകത്ത് നിന്ന് ഉള്ളുകൊണ്ട് ഉള്ളു വലിഞ്ഞ് പാടില്ല എന്ന് പറയേണ്ടതല്ലേ? അദ്ദേഹം ചോദിച്ചാൽ അതാരാണ്? അയ്യോ, അത് ആരാണ്? ഏലിയാമെന്ന് പറയുന്ന ആളാണ്. ഊറിയ എന്ന ആളുടെ ഭർത്താവിൻ്റെ അപ്പനാണ്, ഏലിയാമിൻ്റെ മകനാണ്. അപ്പോൾ ഊറിയയുടെ ഭാര്യ അതല്ലേ എന്ന് തന്നെ ചോദിക്കുകയാണ്. അപ്പോൾ ഏലിയ എന്ന് പറയുന്ന ഉപദേഷ്ടാവാണ്, അഹിത്തോപ്പലിൻ്റെ പുത്രനാണ്. അപ്പോൾ അഹിത്തോപ്പലിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ ഈ രാജാവിന് വളരെ വേണ്ടപ്പെട്ട ആൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പുത്രന ഊറിയ. ഈ ഊറിയ എന്ന് പറഞ്ഞ ആളുടെ ജീവിതമാണ് എടുത്തു കളയുന്നത് ഈ സ്ത്രീയെ സ്വന്തമാക്കാൻ വേണ്ടി. അപ്പോൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് അവളുടെ പേരെന്നാ? ബത്ശേബ. ബത്ശേബ എന്ന് പറഞ്ഞാൽ സപ്തപുത്രി എന്നർത്ഥമുണ്ട്, ശബദപുത്രി എന്നർത്ഥമുണ്ട്. അപ്പൊ ശബദപുത്രിയാണ്. അപ്പൊ അതുകൊണ്ട് ഊറിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? യാവേ എന്റെ പ്രകാശം. ഹിത്യനാണ് എന്ന് പറയുന്നുവെങ്കിലും അദ്ദേഹം ഇസ്രായേലിന്റെ വിശ്വാസത്തിൽ വളർന്നയാണ്. യാവേ എന്റെ പ്രകാശം എന്ന അർത്ഥമുള്ള പേരാണ് ഊറിയ എന്ന പേരുള്ളത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായിട്ട് നടക്കുന്ന ഒരാളാണ്. രാജ്യത്തിന് വേണ്ടി, ദാവീദിന്റെ സാമ്രാജ്യത്തില് അവരുടെ സംരക്ഷണയ്ക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ നമ്മുടെ പട്ടാളക്കാരെ നമ്മൾ ഓർക്കണം. ഈ കാര്യ സമയത്ത് നമ്മളെ കാര്യം എന്താണോ, നമ്മൾ സുരക്ഷിതമായിട്ട് ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? പട്ടാളക്കാർ അതിർത്തിയിൽ വളരെ ജീവൻ ബലികരിച്ചുകൊണ്ട് സംരക്ഷണം നടത്തുന്നത് കൊണ്ടാണ്. നമ്മുടെ രാജ്യത്തിന്റെ മനോഭാവത്തിൽ മാറ്റം വരേണ്ടതാണ്. പട്ടാളക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രീതി നമുക്ക് സഭയ്ക്കുണ്ട്. അവർ നമ്മളെ സംരക്ഷിക്കുന്നവരാണ്. അവർ വീക്കായി തീർന്നാലുണ്ടല്ലോ, ശത്രുത ലോകത്തിലുണ്ട്. അവിടെ വീക്കായി തീർന്ന, അതിർത്തി വീക്കായി തീർന്ന കണ്ടില്ലേ? പകൽഗാമിൽ നടന്ന എന്താ? ആ 10-20 പേരെ അത് മതം നോക്കി കൊന്നു കളഞ്ഞില്ലേ? അത്ര ഭീകരന്മാരുള്ള ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ പട്ടാളക്കാർ ചെയ്യുന്ന വലിയ കാര്യത്തെക്കുറിച്ച് അഭിമാനപൂർവ്വം നമ്മൾ ദൈവത്തിന് പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പം അതുകൊണ്ട് ഈ പട്ടാളക്കാരിൽ ഒരുവനാണ് ഊറിയ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഈ രാജാവ് അന്നേരം ഈ വികാരപരമായ മനുഷ്യൻ അടിമയായി തീർന്നു കഴിഞ്ഞാൽ ആ വിധേയരാകുന്ന ആളുകളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ അന്വേഷിക്കുകയില്ല, മനസ്സിലാക്കാൻ ശ്രമിക്കുകയില്ല. ഈ പറയുന്ന സ്ത്രീ അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടതുള്ള ബന്ധമായിരുന്നുള്ളതാണ്. ആ സ്ത്രീ നിന്നാണ് പിന്നെ സോളമൻ ജനിക്കുന്നതെങ്കിൽ വാസ്തവത്തിൽ അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് അവളുടെ ഹൃദയത്തിൻ്റെ ചിന്തയോ ഒന്നും ആ ഒരു തരത്തിലും പരിഗണിക്കാൻ രാജാവ് തയ്യാറായില്ല. അപ്പോൾ ആ പ്രമാണങ്ങൾ അത് കഴിഞ്ഞല്ലേ സംഭവം. ഞാൻ ഗർഭിണിയാൻ ദൂതന്മാർ വഴി അറിയിച്ചപ്പോൾ തന്നെയാണ് ഞെട്ടിപ്പോയി. ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ അത് ആ ഗർഭം ഏറ്റെടുക്കാൻ ആയിരുന്നില്ല ചെയ്തത്. എങ്കിൽ അദ്ദേഹത്തിന്റെ കുറ്റത്തിന് കുറെ കൂടെ അത്ഭുതം ഉണ്ടാകുമായിരുന്നു. അത് ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഒരു കുറ്റത്തിൽ നിന്നിരുന്നതിന് അദ്ദേഹം എന്ത് ചെയ്തു? അത് മറയ്ക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഇന്ന് ഈ രാഷ്ട്രീയ തങ്ങളിലൊക്കെ എപ്പോഴും കാണുന്നത് കുറ്റം വിളിച്ചു പറയും, അതിനേക്കാൾ ശക്തിയിൽ കുറ്റം മറയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ്. കുറ്റം വിളിച്ചു പറയുന്ന ഒരു വിഭാഗം ബാലൻസ് ചെയ്ത് പോകുന്നുണ്ടാവും. എന്തെല്ലാം കുറ്റങ്ങൾ, സ്വർണ്ണപ്പാളി, ഇത് ഭയങ്കര ചർച്ചാ വിഷയമല്ലേ? അതിൻ്റെ കുറ്റപ്പെട്ട ആൾക്കാരെയൊക്കെ അകത്താക്കുന്നു. ഇപ്പം അന്വേഷണം ഒരു വിഷയം നടക്കുമ്പോൾ മറുഭാഗത്ത് അത് മറച്ചു വെക്കാൻ ശ്രമിക്കുകയും ആ കുറ്റം ലഘൂകരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അതിന് മറ്റാരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാൻ, അങ്ങ് ദൂരെ ഇരിക്കുന്ന വ്യക്തിയുടെ തലയിൽ കെട്ടിവെക്കാൻ ഒക്കെ ശ്രമിക്കുന്ന ശ്രമങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടതാണ്. ഇത് മനുഷ്യ സഹജമായ പ്രകൃതിയാണ്. പക്ഷേ ഒരിടത്തും തിന്മ വിജയിക്കുകയില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലിരിക്കേണ്ട. നന്മ മാത്രമേ താൽക്കാലികമായി വിജയിക്കുന്നു വരും. പക്ഷേ പിന്നീട് ഈ തിന്മ തകർന്ന് താഴെ വീഴും എന്ന് പറഞ്ഞതുപോലെ താൽക്കാലികമായിട്ട് രാജാവ് വിജയിക്കുന്നുണ്ട്. അദ്ദേഹം എന്ത് ചെയ്ത്? അദ്ദേഹം ഇങ്ങനെ വിവരം അറിഞ്ഞ ഉടനെ ഇത് മറച്ചു വയ്ക്കാനുള്ള ശ്രമത്തില് ഉടൻ തന്നെ ഊറിയ എന്ന് പറയുന്ന പട്ടാളക്കാരനെ വിളിച്ചു വരുത്തിയിട്ട് എന്ത് ചെയ്യുന്നു? അവനോട് പറഞ്ഞ് വീട്ടിൽ പോയി വിശ്രമിക്കും. നീ കഷ്ടപ്പെട്ടതല്ലേ, വലിയ ഔദാര്യത്തില, വലിയ കരുണയില. അങ്ങനെയാണല്ലോ ചില കള്ളന്മാർ പെരുമാറും. നമ്മോട് ഇടപെടുമ്പോൾ നമുക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുകയും അകത്ത് കത്തിയും പുറത്ത് പത്തിയുമായിട്ട് നടക്കുകയും ചെയ്യുന്ന ആൾക്കാരെ തിരിച്ചറിയാൻ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇതെന്താ സംഗതി? നീ വീട്ടിൽ പോയി വിശ്രമിക്കുക. അവനുള്ള സ്നേഹമാണെന്നും വിചാരിക്കണമെന്ന് വിചാരിച്ചായി പറയുന്നത്. പക്ഷെ അവനൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും, രാജാവ് അവിഹിതമായി എൻ്റെ ഭാര്യയോട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന്. ഒരു പക്ഷേ
ആരിലുണ്ടെങ്കിലും പരിചാരമുണ്ടെങ്കിലും അറിഞ്ഞു കാണാൻ ഇടയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പക്ഷേ തിരിച്ച് പറയാൻ നിവൃത്തിയില്ല. പറഞ്ഞു പോയി ചിലപ്പോൾ തല പോകാവുന്നതാണ്, രാജഭീഷണി ഉണ്ടാവുന്നതാണ്, അപകടകരമായ കാര്യമാണ്. സമൂഹത്തിൽ അദ്ദേഹം ഉന്നതനായി നിൽക്കാം. അങ്ങനെയുണ്ടല്ലോ, നമുക്ക് ചില സാഹചര്യങ്ങളിൽ വളരെ ഉന്നതമായ ബഹുമതി ആർജിച്ചു നിൽക്കുന്ന ആളുകളെ അവരെ ഉള്ളിൽ ചെയ്യുന്ന തിന്മകൾ അറിയാമെങ്കിലും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം പറഞ്ഞാൽ പറയുന്നവൻ മണ്ടനായി തീരും. കാരണം അവർക്ക് അത്രമാത്രം സമൂഹത്തിൽ അംഗീകാരമുണ്ട്. അവർ ചെയ്ത നന്മകൾ മാത്രമേ ഇങ്ങനെ കൊട്ടിഘോഷി നടക്കുന്ന സാഹചര്യമുണ്ട്. നന്മ തന്നെയാണ് ചെയ്യുന്നത് പ്രതി ജനിപ്പിച്ചിട്ടുണ്ട്. അതേസമയം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള രഹസ്യാത്മകമായ തലത്തിലെ തിന്മകളെ അറിയാവുന്ന ആളിന് പരസ്യമായിട്ട് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ അപകടമാണ്. ഊറിയായ സ്ഥിതി നമുക്ക് മനസ്സിലാകാവുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം വീട്ടിൽ പോയി വിശ്രമിക്കാതെ അദ്ദേഹം കൊട്ടാരത്തിന്റെ പടിപ്പുരയ്ക്കൽ തന്നെ കിടന്നുറങ്ങി. 2 കാരണങ്ങളാണ്. ഒന്ന്, അതൊന്നും പറ്റില്ലത് ചെയ്യാൻ. കാരണം വളരെ കൃത്യമായിട്ട് കൽപ്പനയുള്ളതാണ്. എന്താണ്? യുദ്ധത്തിന് പോകുമ്പോൾ ഈ കാര്യങ്ങളിൽ കൂടുതൽ ലൈംഗികമായ കാര്യങ്ങളിലും നിയന്ത്രണം ഉണ്ടാകണം എന്നൊക്കെ അതിനകത്ത് നിയമങ്ങൾക്ക് ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് ആ വിധത്തിൽ തന്നെ യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ പോയി ഭാര്യയുടെ സഹവസിക്കാൻ താല്പര്യം കാണിച്ചില്ല. ഒന്നത്. രണ്ടാമതൊരു പക്ഷേ ഇത് അറിഞ്ഞു കാണും. അതുകൊണ്ട് തന്നെ ഇത് രാജാവ് ഒരു പക്ഷേ ചെയ്യുന്നത് ശരിയാവുന്നില്ല എന്നതുകൊണ്ടും പോയില്ല. 2-ാം ദിവസം പോയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് ഒരു വിരുന്ന് സൽക്കാരം നടത്തി ബഹുമാനിക്കും. പലപ്പോഴും അങ്ങനെയാണ്. വിരുന്നാണല്ലോ പലപ്പോഴും ആളുകളെ വീഴിക്കുന്ന ഒരു രംഗം. നമുക്ക് ഒത്തിരി ചരിത്രപരമായ രാഷ്ട്രീയപരമായ സംഭവങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവും. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. വിരുന്നിലൂടെയാണ് പലപ്പോഴും വീഴിക്കുന്നത്. വിരുന്നിലൂടെയാണ് പലപ്പോഴും ഐക്യത്തിലേക്കും രമ്യത്തിലേക്കും വരുന്നത്. വിരുന്നിലൂടെയാണ് ഉടമ്പടികളൊക്കെ പോയി. നമുക്കൊന്നും അറിയാവുന്ന സംഗതിയാണ്. അപ്പോൾ വലിയൊരു വിരുന്നൊരുക്കിയിട്ട് രാജാവ് അടുത്തിരുന്നു കൊണ്ട് ഇവരെ പരിധി വിട്ട് ബന്ധിപ്പിച്ചു. അങ്ങനെ അവന് ബോധം ഒരു അറ്റ നിലയിൽ നീ വീട്ടിൽ പോയിക്കൊള്ളാൻ പറയും. എന്നിട്ടും പോയില്ല. പോകാതെ അവിടെ തന്നെ കിടന്നുറങ്ങി. അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുക എന്ത് ഗൗരവമായ സംഗതിയാണ്. അപ്പോൾ രാജഭരണത്തിൽ ഉണ്ടായിരിക്കുന്നൊരവസ്ഥ, സംരക്ഷണം കൊടുക്കേണ്ട ആളാം, ജീവന് സംരക്ഷണം കൊടുക്കണം, സ്വത്തിന് സംരക്ഷണം കൊടുക്കണം, സുരക്ഷിതത്വം പ്രദാനം ചെയ്യുന്ന ആളാണ് നേരെ തിരിച്ചു ചിന്തിക്കുന്നത്. എല്ലാ ഭരണാധികാരികളും വരാവുന്ന ഒരു അപകടമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഭരണാധികാരികളുടെ മെയിൻ ചുമതല എന്താണ്? സംരക്ഷണം നൽകുക എന്നുള്ളതാണ്. ഈ രാജ്യത്ത് ക്രിസ്മസ് ദിനങ്ങളിൽ ഇത്രയും വലിയ അതിക്രമങ്ങൾ നടത്തിയപ്പോൾ എന്നെല്ലാം ഗൗരവമായിട്ടുള്ള രീതിയിൽ ഒരു സമൂഹത്തെ അറ്റാക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഭരണാധികാരി പ്രാർത്ഥനാപൂർവ്വം ക്രിസ്മസ് ദിനത്തിൽ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു എന്ന് പറയുന്നതിൽ നിന്ന് അതാണോ ചെയ്യേണ്ടിയിരുന്നത്? ചെയ്യേണ്ടിയിരുന്നത് നേരിട്ട് ഉത്തരവ് കൊടുക്കാൻ വേണ്ടി നടപടിയെടുക്കാൻ. എന്നിട്ട് വല്ലതും എടുത്തോ? ഒന്നും എടുത്തില്ലല്ലോ. എന്തെല്ലാം കാര്യങ്ങളാണ് ക്രൈസ്തവ ചിഹ്നങ്ങളെയൊക്കെ തകർത്തിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിട്ടും നടപടിയെടുക്കുക എന്നുള്ളതിന് പകരം ഇത്തരത്തിലുള്ള എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പ്രീതിപ്പെടുത്തുന്ന പ്രവർത്തനത്തിലേക്ക് നീങ്ങുമ്പോൾ തന്നെ ദാവീദ് അങ്ങനെ ചെയ്തു. പക്ഷേ അവിടെ നിന്നില്ല. ഉദാര മനസ്കനായി അങ്ങനെ അവസാനം പിറകെ സമ്മാനവും ആയിട്ട് കൊടുത്തു. സമ്മാനം കൊടുത്തു വിട്ടിട്ട് പോലും പോയില്ല. അപ്പം തീരുമാനിക്കുകയാണ് ഇവനെ തട്ടിക്കളഞ്ഞേക്കാൻ. അതാണ് തന്ത്രം. അതെന്താ ചെയ്യുന്നത്? വളരെ വിശ്വസ്തനായ തൻ്റെ വലിയ ജീവനോടെ തന്നെ സ്നേഹിച്ചിരുന്ന ആ പട്ടാളക്കാരനെ യുദ്ധത്തിന്റെ മുൻനിരയിൽ നിർത്തി ശത്രുവിന്റെ വാളിന്റെ വെട്ടുകൊണ്ട് മരിക്കാൻ പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർ അങ്ങ് മാറി പിന്നോട്ട് പോകണം എന്ന കൽപ്പന കത്തായിട്ട് എഴുതിയിട്ട് ഇവൻ വഴി കൊടുത്തയക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് രസം. രാജകൽപ്പനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷമായിട്ട് കൊണ്ടുപോകുവായി മനുഷ്യൻ തന്നെ കൊല്ലാനുള്ള കത്താണ് എന്നുള്ളത് മനസ്സിലാക്കാതെ യോവാബ് എന്ന് പറയുന്ന സർവ്വസേനാധിപന്റെ അടുത്തേക്ക് രാജാവിനെ പ്രത്യേകമായിട്ട് വിളിച്ചുകൊണ്ട് എനിക്ക് ഒരു സന്ദേശം നൽകി വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യോവാബിന്റെ അടുത്തേക്ക് ഈ കത്തുമായിട്ട് ചെല്ലുന്ന കാണും. ആലോചിച്ച് നോക്കി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇതെടുത്ത് വായിക്കുന്ന സർവ്വസേനാധിപൻ എന്ത് ചിന്തിച്ച് കാണും? മറ്റൊന്നും ചിന്തിക്കാൻ പറ്റില്ല. തമിഴ്നാട്ടിനെതിരായിട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല. കൽപ്പന നടപ്പാക്കി കൊടുക്കാനേ പറ്റുകയുള്ളൂ. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് ചിന്ത ഉണ്ടാവില്ലേ ഈ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള കാര്യം. അപ്പൊ തെറ്റാണെന്ന് അറിയാമെങ്കിലും ചില സാഹചര്യങ്ങളിൽ തെറ്റ് ചെയ്തു പോകുന്ന സാഹചര്യം ഉള്ളിടത്ത് ധീരതയോട് നിൽക്കാൻ പറ്റിയാൽ അതാണ് ക്രൈസ്തവഗീത എന്ന് പറയും. അപ്പൊ അന്ന് രക്തസാക്ഷിത്വം വരേണ്ടി വരും. അതിനുവേണ്ടി ജീവൻ വെടിയേണ്ടി വരും. അങ്ങനെ വെടിഞ്ഞവരാണ് നമ്മുടെ ആദിമ സഭയുടെ എല്ലാ കർത്താവിന്റെ പരിശുദ്ധരായ ആൾക്കാരും ഒക്കെ. അപ്പൊ അതുകൊണ്ട് ഇതുകൊണ്ട് പോയി. അപ്പോൾ പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് ജീവൻ ത്യാഗം നടത്തിയിരുന്ന ഒരു മനുഷ്യനെ അത് മനസ്സിലാക്കിയെങ്കിൽ പോലും തൻ്റെ തെറ്റ് മറച്ചു വയ്ക്കാൻ വേണ്ടി
ഈ അഭീത ബന്ധത്തിൻ്റെ ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ കൊല്ലാനുള്ള കൽപ്പന ഇറക്കിയിട്ട് അതങ്ങ് പോവുകയാണ്. അപ്പോൾ എവിടെയാണ് ഒരു വശത്തെ ധാർമ്മികതയുടെ ധീരത നമുക്ക് ഊറിയായി കാണാം, അതേസമയത്ത് മറുവശത്ത് ഭീരുത്വത്തിൻ്റെ ഭയങ്കരമായ പതർച്ചയും തകർച്ചയും ദാവീദിലും കാണാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചെന്ന് കഴിയുമ്പോൾ യോബ് എന്ന സഹോദരനാഥ കൽപ്പന അനുസരിച്ച് പറഞ്ഞതുപോലെ തന്നെ യുദ്ധത്തിന് മുൻനിരയിൽ നിർത്തി ഈ ഊറിയ എന്ന് പറയുന്ന സൈന്യാധിപനെ വാളിന്റെ വെട്ടുകൊണ്ട് മരിക്കത്തക്ക രീതിയിൽ കൂടെ നിന്നവരൊക്കെ പിന്മാറുകയും അദ്ദേഹം മരിച്ചു വീഴുകയും ചെയ്തു. അതിന് എന്താ സംഭവിക്കുന്നത്? വിവരം രാജാവിനെ അറിയിക്കണം. സാധാരണഗതിയിൽ ആരെങ്കിലും മരിച്ചാൽ രാജാവ് കേട്ടാൽ ദുഃഖിതനാകും, ഉപവാസം അനുഷ്ഠിക്കും, എന്തെല്ലാം കാര്യങ്ങളിലും ഭയങ്കരമായ രീതിയിൽ അദ്ദേഹം സങ്കടപ്പെടും, വിഷമങ്ങളുണ്ടാവും. അങ്ങനെയായിരുന്നല്ലേ സാവൂൽ മരിച്ചപ്പോഴേ, യോനാഥൻ മരിച്ചപ്പോഴും, അബ്നേർ മരിച്ചപ്പോഴും ഒക്കെ ഉപവാസം അനുഷ്ഠിച്ചില്ലേ? അപ്പൊ ഈ വിവരം അദ്ദേഹത്തെ അറിയിച്ചത് എങ്ങനെയാണ്? ഒത്തിരി പേര് മരിച്ചതിന്റെ കൂട്ടത്തിൽ അങ്ങയുടെ ദാസൻ ഊറിയായി മരിച്ചു എന്ന കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു. യോബിന് അറിയാമായിരുന്നു മനഃശാസ്ത്രം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാധാരണ രീതിയിലുള്ളതിൽ നിന്ന് വ്യത്യസ്തമായ പ്രതികരണം. അദ്ദേഹം അവിടെ ഉപവാസം അനുഷ്ഠിച്ചില്ല, അദ്ദേഹം ദുഃഖിച്ചില്ല. അതിന് പകരമായിട്ട് ആരൊക്കെ യുദ്ധത്തിൽ മരിക്കും എന്ന് മുൻകൂട്ടി പറയാൻ നമുക്ക് പറ്റില്ലല്ലോ. 11-25 വാക്യം അത് വളരെ കൃത്യമായും വാൾ ഒരുവനെ അല്ലല്ലോ, ഒരുവനെ എന്ന പോലെ അവരെന്നെയും വിഴുങ്ങുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ അത് തൻ്റെ ഹൃദയത്തെ സ്പർശിക്കാത്ത രീതിയിൽ അത് കണക്കാക്കിയിട്ട് അപ്പം അദ്ദേഹം രക്ഷപ്പെട്ടു. അദ്ദേഹം സമൂഹത്തിന് മുമ്പ് രക്ഷപ്പെട്ടു, മിടുക്കനായെന്നുള്ള ഭാവം ഉണ്ടായിരുന്നേ. പക്ഷേ ആ വാള് തൻ്റെ മക്കളെ വിഴുങ്ങും എന്നുള്ള കാര്യം പിന്നീട് അറിയാൻ പോകും. അപ്പം അതുകൊണ്ട് ഇവിടെ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചെടുത്ത് തമ്പുരാന്റെ മുമ്പിൽ ഒട്ടും തന്നെ രക്ഷപ്പെട്ടില്ല. ബത്ശേബ പൊട്ടിക്കരഞ്ഞു ബത്ശേബയെ അദ്ദേഹം കൊട്ടാരത്തിലേക്ക് വരുത്തി തൻ്റെ ഭാര്യയാക്കി. ജനം വിചാരിച്ചു, എന്തൊരു കരുണാർത്ഥനായ ദാവീദ് രാജാവ്, എന്തൊരു സ്നേഹം, വിധവകളെ സംരക്ഷിക്കുന്ന എന്നൊക്കെ ആര് പ്രശംസിച്ച് കീർത്തനം ആലപിച്ചപ്പോഴും ഹൃദയത്തിൽ സംഭവിക്കുന്ന വലിയ പാപത്തെക്കുറിച്ചുള്ള അനുതാപത്തിലേക്ക് വരാൻ വഴി ഒരുങ്ങുന്നതേയുള്ളൂ. അപ്പൊ കർത്താവ് അനിഷ്ടമായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന്റെ ഹിതം അറിയിക്കാൻ വേണ്ടി ഇതാ ഒരു പ്രവാചകനെ ഒരുക്കി വിടുകയാണ്. ഏത് പ്രവാചകനായാലും 7-5 വാക്യത്തിലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്ന ഒരു പ്രവാചകനാണ്. തെക്കൻ സാമുവേലിലെ 7:15 പറഞ്ഞിരുന്നാൽ നിന്റെ ഔരസപുത്രൻ എനിക്ക് ദേവാലയം പണിയും എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മുന്നോടിയായിട്ട് ഈ വരുന്ന ആ രീതിയിലേക്ക് പുതിയ ദേവാലയത്തെ കണ്ട് അതിന് ദേവാലയം പണിയുന്ന സോളമനെ എടുത്ത് അവതരിപ്പിച്ച അതേ നാത്താൻ പ്രവാചകൻ തന്നെയാണ് ഇവിടെ എടുത്ത് പറയുന്നത്. തൻ്റെ ഈ ഊറിയ എന്ന് പറഞ്ഞ ആളിനെ വധിച്ചതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കത്തക്ക രീതിയിൽ 2-3 ഘട്ടമായിട്ടാണ് നമ്മൾ അടുത്ത വെള്ളിയാഴ്ച നോക്കുന്നതാണ്. അതായത് ഒരു ഉപമയിലൂടെ എല്ലാം എടുത്ത് പറഞ്ഞിട്ടാണ് ആ മനുഷ്യൻ നീ തന്നെ എന്ന ആപ്തവാക്യത്തിൽ ചെന്ന് എത്തി നിൽക്കുന്നതും അനുതാപത്തിലേക്ക് തിരികെ നമ്മളിവിടെ നിന്ന് അവസാനിപ്പിക്കുകയാണ്. അതായത് നമുക്ക് കിട്ടിയ ചിന്തകൾ, ഒരുപാട് ചിന്തകൾ നമുക്ക് കിട്ടാവുന്നതാണ്. സാധാരണ മനുഷ്യ ജീവിതത്തിൻ്റെ പുറമേയുള്ള ആ ഒരു രീതിയും അകമേയുള്ള രീതിയും തമ്മിൽ താരതമ്യം ചെയ്യണം. അകം പോലെ തന്നെ പുറമായിരിക്കാം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കർത്താവിൻ്റെ വാക്കുകൾ വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്ന് പരീക്ഷയോട് പറഞ്ഞത് നമ്മളോടും പറഞ്ഞതുപോലെ തന്നെയിരിക്കും. അതുകൊണ്ട് ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്ന് പറയുമ്പോൾ ആ ഹൃദയശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കണം. ഇവിടെ ആ ഹൃദയശുദ്ധിയുള്ള ആളാണ് ദാവീദ് എന്നല്ലേ നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഹൃദയശുദ്ധി നഷ്ടപ്പെട്ടു പോയി. ഇപ്പം കർത്താവ് ഹിതത്തിൽ നിന്ന് അകന്നുപോയി. അങ്ങനെ അകന്നു പോകുന്ന പരിണിതഫലമായി ആ കുടുംബം മുഴുവൻ തകർച്ചയിലേക്ക്, ഭയങ്കര സംഘർഷത്തിലേക്ക് നീങ്ങി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. ദാവീദിന്റെ കുടുംബം അദ്ദേഹം വേദനിച്ചോളത്തോളം വേദന അർത്ഥം വരെ ഉണ്ടാവില്ല. അതുപോലെ വലിയ വേദനകളിലേക്ക് മക്കൾ വഴി അദ്ദേഹം നീങ്ങുന്നതും രാജകൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി പുറത്തു പോകേണ്ടി വരുന്നതൊക്കെ സംഭവങ്ങൾ നടക്കുകയാണ്. അപ്പൊ ഇതൊക്കെ സാധാരണ ജീവിതത്തിൽ അനുഭവിപ്പിക്കുന്ന കാര്യങ്ങൾ ദൈവവചനങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അവിടെ കർത്താവ് ആഗ്രഹിക്കുന്ന രീതി അനുതാപത്തിലേക്ക് തിരിയാൻ, മാനസാന്തരത്തിലേക്ക് തിരിയാൻ, ദൈവഹിതത്തിലേക്ക് തിരിയാൻ, തെറ്റേറ്റു പറയാനുള്ള ഉൾബോധ്യം നമുക്കുണ്ടായാൽ നമ്മുടെ വഴി നേരെയായി. ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ധാരാളമായിട്ടുണ്ടാകും. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈശോയും കൃപയും പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും തമ്മിൽ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.